ക്ഷീണിച്ചവശരായി അധ്വാനിച്ചവരാണവർ, കഷ്ടപ്പെട്ടവരാണ്. അവർ ചുട്ടുപൊള്ളുന്ന നരകത്തിൽ വന്ന് കടക്കേണ്ടി വരുന്നു. അവർ ചുട്ടുപൊള്ളുന്ന നരകത്തിൽ കടന്നു കത്തുന്നു. തിളച്ചുമറിയുന്ന നദിജലത്തിൽ നിന്ന് കുടിപ്പിക്കപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് അതൊക്കെ സൂറത്തുൽ വാഖിയയിൽ ഇനി വരുന്നുണ്ട്, അവിടെ വെച്ച് ഞാൻ പറയാം. കാരണം ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തില്ല, 5 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. തിളച്ചുമറിയുന്ന നദിജലത്തിൽ നിന്ന് കുടിപ്പിക്കപ്പെടുന്നു. കള്ളിമുള്ളല്ലാതെ അവർക്ക് ഭക്ഷണം നൽകുന്നില്ല. ആ ഭക്ഷണത്തിന്റെ കടുപ്പം എത്രമാത്രമെന്ന് എന്ന ഭാഗം വരുമ്പോൾ ഞാൻ കേൾപ്പിക്കാം. വളരെ കടുപ്പമുള്ള വിഷയമാണ് ആ ഭക്ഷണം. കള്ളിമുള്ള്, ചുടുവെള്ളം, ഇതൊക്കെ കുടിക്കാനാണ് അവരുടെ വിധി. ആ ഭക്ഷണം തടിക്ക് പിടിക്കുന്നതല്ല, വിറ്റാമിനുള്ള ഭക്ഷണമല്ല. വിശപ്പിന് ശമനം നൽകുന്ന ഭക്ഷണമല്ല, അതൊന്നുമല്ല. സാധാരണ ഭക്ഷണം കഴിക്കാൻ അങ്ങനെയൊക്കെയാണ്. ഒന്നിക്ക് വിശപ്പ് മാറണം, അല്ലെങ്കിൽ ഒന്നിക്ക് വയറ് നിറയണം, അല്ലെങ്കിൽ തിന്നാൻ സ്വാദുണ്ടാവണം, എന്തെങ്കിലും ഒരു കാരണമല്ലാതെ, അല്ലെങ്കിൽ ടേസ്റ്റ് വേണം, തിന്നാൻ ഒരു രുചി. അതൊന്നുമില്ലാത്ത ഭക്ഷണമാണിത്. അന്ന് ചില മുഖങ്ങൾ, അതെ, അപ്പൊ ചില മുഖങ്ങൾ ഇങ്ങനെ താണമുഖങ്ങൾ, വളരെ അധപ്പതിച്ച മുഖങ്ങൾ. ഇനി അതേസമയം ചില ജനങ്ങളുടെ അവസ്ഥ എന്താ? അന്ന് തന്നെയുണ്ട് നബിയെ ചില മുഖങ്ങള്, നാഴിമത്തുൻ, ആ മുഖങ്ങൾ എന്തോ രോമനത്വം തുളുമ്പുന്ന മുഖങ്ങള്, മിനുമിനുത്ത മുഖങ്ങള്, കണ്ടാൽ തന്നെ എന്തൊരു മിനുസം. നബിയെ അവരനുഭവിക്കുന്ന സുഖാഡംബരത്തിന്റെ കടുപ്പം നിങ്ങൾക്ക് അവരുടെ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും. അവരുടെ മുഖത്തേക്ക് അങ്ങ് നോക്കിയാൽ തന്നെ നല്ല സന്തോഷം. മുഖം കണ്ടിട്ട് നല്ല സന്തോഷമാണല്ലോ, ഒരു ടെൻഷനും ഇല്ലല്ലോ എന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ. നല്ല വാർന്നു നിൽക്കുന്ന മുഖം, മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ലാന്നാ തോന്നുന്നത്. സംഗതി ശരിയാ. സുഖം ഉണ്ടെങ്കിൽ അത് മുഖത്തറിയും, ദുഃഖം ഉണ്ടെങ്കിലും മുഖത്തറിയും. അപ്പൊ അതായി പറഞ്ഞു തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തൻ നഈം. അപ്പൊ ശരിക്കും വുജൂഹു യൗമൈദിൻ നഈമ, നല്ല മിനുമിനുത്ത മുഖങ്ങൾ, മനത്വം തുളുമ്പുന്ന മുഖങ്ങൾ. നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഖുർആനോദി, ദീനിനു വേണ്ടി പ്രവർത്തിച്ചു നടന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നമുക്ക് കിട്ടാനുള്ളതാണ്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവർ നിസ്കരിച്ചതിൽ, അവർ നോമ്പനുഷ്ഠിച്ചതിൽ, അവർ ഖുർആനോദിയതിൽ, അവർ സംഭാവന ചെയ്തതിൽ, അവർ ചെയ്ത അധ്വാനത്തിന്റെ കാര്യത്തിൽ, അവർ അനുഭവിച്ച, അവർ ചെയ്തു പോയ കട്ടപ്പെട്ട അധ്വാനത്തിന്റെ കാര്യത്തിൽ അവർ ഇന്ന് സംതൃപ്തരാണ്. അത്യുന്നത തോട്ടത്തിലാണ് അവർ, അത്യുന്നതമായ സ്വർഗീയ ആരാമത്തിലാണ്. ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ, അവിടെ ഒരു അനാവശ്യം കേൾക്കാൻ കഴിയില്ല. ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ, കുത്തിയൊഴുകുന്ന നദിയുണ്ട് അവിടെ, സ്വർഗീയ ആറുകളുണ്ട് അവിടെ. ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറും മർഫൂഅ, അവിടെ ഉയർന്നു നിൽക്കുന്ന കട്ടിലുകളുണ്ട്. വഅക്വാബും മൗദൂഅ, നിരത്തിവെച്ച കപ്പുകളുണ്ട് വെള്ളം കുടിക്കാൻ. വനമാരികു മസ്ഫൂഫ, അണിയണിയായി ഒരുക്കി വച്ചിരിക്കുന്ന തലയിണകളുണ്ട്. വസറാബിയ്യു മബ്സൂസ, വളരെ വിശാലമായി വിരിച്ചു വെച്ച കാർപ്പറ്റുകളുണ്ട്, വിരിപ്പുകളുണ്ട്. വസറാബിയ്യു മബ്സൂസ, ഇതൊക്കെ ആരുടേതാ? റാഫിയ, ഒരു വിഭാഗത്തെ അള്ളാഹു ഉയർത്തുമെന്ന് പറഞ്ഞവരുടെ ചിത്ര. നേരത്തെ പറഞ്ഞത് ഹാഫിള, ഒരു വിഭാഗത്തെ അള്ളാഹു താഴ്ത്തുമെന്ന് പറഞ്ഞവരുടെ ചിത്രമാണ്. പഠിച്ചവനെ, അവിടെ ചെന്ന് മഹ്ശറാ ലോകത്ത് വളരെ കഷ്ടപ്പെട്ടു റബ്ബേ നിന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ മാനം കെട്ട് തലതാഴ്ച നിൽക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാനെ. ആണത്തത്തോടെ സന്തോഷത്തോടെ മുഖം നിവർത്തി നിൽക്കാൻ കഴിയും. രുക്കിങ് അവതരിപ്പിക്കുകയാണ് സൂറത്തുൽ വാഖിയയിൽ. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ വബുസ്തത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുൻബസാ. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ, അഥവാ സംഭവിക്കേണ്ടത് സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ ഭൂമി കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ വബുസ്തത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങൾ ഇടിപൊടിയാക്കപ്പെട്ടാൽ. വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുൻബസാ. കണ്ടോ, ഭൂമി ഇളകുന്നു പറയുന്നിടത്തൊക്കെ പർവ്വതങ്ങളുടെ നാശവും കൂടെ പറയൂട്ടോ. അതിന് ഓരോ ആയത്തെടുക്കാനുള്ള സമയം എനിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഫിക്സ്ഡ് സമയം ഉണ്ടാകുമ്പോൾ അതിന് കുറെ അതിൻ്റെതായ ദോഷവശങ്ങളും സ്വാഭാവികമാണ്. അപ്പോൾ പറയാൻ കഴിയില്ല, ഒരുപാട് ആയത്തുകൾ അത് പറയേണ്ടതാണ്. ഭൂമി ഇളകുന്നു പറഞ്ഞിടത്തൊക്കെ കാണാം പർവ്വതം. ഖിയാമത്ത് നാളിന്റെ സംഭവം പറഞ്ഞിടത്തൊക്കെ പർവ്വതം തട്ടി നിരപ്പാക്കും. തകൂനുൽ യൗമ യകൂ അൽ ഖാരിഅതു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ യഹ്നിൽ മൻഫൂഷ്.
പർവ്വതങ്ങള് കടഞ്ഞെടുത്ത പരുത്തി പോലെയായിത്തീരും. അപ്പോഴാ ഫകാനത്ത് ഹബാഅം മുംബസ്സ, അന്തരീക്ഷത്തിൽ പറക്കുന്ന ഡൂളികളാകുക. കടഞ്ഞെടുത്ത പരുത്തി പോലെയാകുന്നു പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പരുത്തികളെ കുറിച്ച് കൂടുതൽ അങ്ങനെ ചർച്ച ചെയ്യാൻ കഴിയണമെന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പറഞ്ഞത് കടഞ്ഞെടുത്ത പരുത്തി പോലെയാകുമെന്ന് പറഞ്ഞെടുത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അപ്പൊ ഉന്നക്കായ, ആ ഉന്നക്കായ വീണ് കിടക്കുന്നു. അവിടെ നിന്നൊരിക്കലും ആ ഉന്നം പറക്കുകയില്ല. ഉന്നക്കായ പൊട്ടിച്ചിട്ടു, എന്നാൽ അത് പറക്കുമോ? ഉന്നക്കായ പൊട്ടിച്ചിട്ടാലും അത് പറക്കുകയില്ല. ശക്തമായ കാറ്റ് വന്നാൽ പറന്നേക്കാം. എന്നാൽ അതിന്റെ കുരു, അതിന്റെ ആര്, നാര് ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വെറും പഞ്ഞിയാക്കി വെച്ചാൽ ഒരു കാറ്റ് കാണേണ്ട താമസം നേരിയ തോതിലുള്ള കാറ്റ് കിട്ടിയാൽ മതി, പറക്കും. അപ്പൊ കടഞ്ഞെടുത്ത പരുത്തി പറക്കും പോലെ പറക്കും. വതകൂനുൽ ജിബാലു കൽഗിനിൽ മൻഫൂസ്. അതാണ് ഫകാനത്ത് ഹബാഅം മുംബസ്സ. അത് അന്തരീക്ഷത്തിൽ പറക്കുന്ന ഡൂളികളായി മാറിക്കഴിഞ്ഞാൽ, അങ്ങനെ വരുമ്പോ ലോകം അവസാനിച്ചു. ലോകം അവസാനിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇനി മറ്റൊരു ലോകം ഉണ്ടാവണം എന്നാ. അല്ലെങ്കിൽ ലോകാവസാനത്തിന് അർത്ഥമല്ല. മറ്റൊരു ലോകം ഉണ്ടാവണം, അല്ലെങ്കിൽ ലോകാവസാനത്തിന് അർത്ഥമല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടരെ കഴിഞ്ഞിട്ട് വേറൊരു കൂട്ടരെ കഴിഞ്ഞിട്ട് വേറൊരു കൂട്ടർ, മനുഷ്യൻ മരിച്ചാലും ഇങ്ങനെ തുടർന്ന് പോയാൽ മതി. ലോകം അവസാനിക്കുകയാണെങ്കിൽ ഇനി ഇവിടെ നന്മ തിന്മ ചെയ്തോൽക്കൊക്കെ ഒരു നീതിയുടെ വീട് ഉറപ്പാക്കണം. അതാണ് പരലോകം. അത് അള്ളാഹു പറയേണ്ടതില്ല, അത് വ്യക്തമാണ്. അതുകൊണ്ട് പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്നില്ല. പുനരുത്ഥാനം സാങ്കല്പികമായിട്ട് അവിടെ വെച്ചിട്ട് പുനരുത്ഥാനത്തെ കുറിച്ച് പച്ചയായി പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പറയുന്നു വകുന്തും അസ്വാജൻ സലാസ. നിങ്ങൾ 3 ഗ്രൂപ്പുകളായി മാറിയാൽ ആ 3 വിഭാഗം ജനങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ ചർച്ച ചെയ്യും.